നമസ്കാരം, ഞാൻ സുഹൈൽ മുഹമ്മദ്. വാർത്തകൾ ചുരുക്കത്തിലും വേഗത്തിലും പരിശോധിക്കാം. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ SFI കുറ്റപത്രം നൽകിയതിന് പിന്നാലെ അന്വേഷണത്തിന് ഇഡിയും SFI ഉദ്യോഗസ്ഥരിൽ നിന്നും കേസിന്റെ വിവരങ്ങൾ ശേഖരിച്ചു. മാസപ്പടി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതോടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ അറസ്റ്റിന് സാധ്യതയേറി. വീണ അടക്കമുള്ളവർക്ക് ഉടൻ SFI സമൻസ് അയക്കും. മാസപ്പടി കേസിൽ SFI പ്രതി ചേർത്തതോടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ കൂട്ടത്തോടെ പ്രതിരോധിച്ചു CPIM നേതാക്കൾ. വീണ വിജയനെ പ്രതി ചേർത്തത് ഗൂഢാലോചനയാണെന്നും രാഷ്ട്രീയമായി നേരിടുമെന്നുമാണ് CPIM. രാഷ്ട്രീയ അജണ്ടയെന്ന് MA ബേബിയും MV ഗോവിന്ദനും LDF കൺവീനർ TP രാമകൃഷ്ണനും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ പ്രതിയാക്കി SFI കുറ്റപത്രം സമർപ്പിച്ചതോടെ പ്രതിഷേധം കടുപ്പിച്ചു പ്രതിപക്ഷം. മുഖ്യമന്ത്രി ഉടൻ രാജിവെക്കണമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധം. പാർട്ടി കോൺഗ്രസ് നിർത്തിവെച്ച വിഷയം ചർച്ച ചെയ്യണമെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കോൺഗ്രസ് സുപ്രീം കോടതിയിലേക്ക്. ഭരണഘടനയ്ക്കെതിരായ നീക്കത്തെ ചെറുക്കുമെന്ന് ജയറാം രമേശ്. സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിൽ ബിൽ നിർണായകമെന്ന് പ്രധാനമന്ത്രി. ബില്ലിലെ 2 വ്യവസ്ഥകളോട് മാത്രമാണ് യോജിച്ചതെന്ന് ജോസ് കെ മാണി. ഭൂമിയുടെ അവകാശം സ്ഥാപിച്ചു കിട്ടും വരെ മുനമ്പത്ത് സമരം തുടരാൻ ജനകീയ സമിതി. സമരപ്പന്തൽ സന്ദർശിച്ച് രാജീവ് ചന്ദ്രശേഖർ. 50ഓളം സമരസമിതി പ്രവർത്തകർ BJPയിൽ ചേർന്നു. വിഷയത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വഖഫ് ബില്ലിൽ സഭയ്ക്ക് പുറത്തും സുരേഷ് ഗോപി, ജോൺ ബ്രിട്ടാസ് പോര്. ജബൽപൂരിൽ മലയാളി വൈദികനെ ആക്രമിച്ച സംഭവത്തിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ജബൽപൂർ വിഷയത്തിലെ ചോദ്യങ്ങളോട് ക്ഷുഭിതനായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ചണ്ഡീഗഡിൽ ദുഃഖവെള്ളി പ്രവൃത്തി ദിവസമാക്കിയ തീരുമാനം പിൻവലിക്കണമെന്ന് കേരളത്തിൽ നിന്നുള്ള UDF MPമാർ. CPIM ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MA ബേബിക്ക് സാധ്യതയേറി. BV രാഘവലു, അശോക് ദാവളെ എന്നിവരും പരിഗണനയിൽ. പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ മാത്രമെന്ന് PB അംഗം മുഹമ്മദ് സലീം 24നോട്. പശ്ചിമ ബംഗാളിൽ സഖ്യത്തിന് നേട്ടമുണ്ടായത് കോൺഗ്രസിന് മാത്രമെന്ന് CPIM ബംഗാൾ ഘടകം. തൃണമൂൽ കോൺഗ്രസുമായി കോൺഗ്രസ് അടുക്കുന്നുവെന്ന് പ്രതിനിധികൾ. പ്രായപരിധി മാനദണ്ഡങ്ങൾ ബംഗാളിൽ നിന്നുള്ള പ്രതിനിധികൾ പിന്തുണയ്ക്കുമ്പോൾ എതിർത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ളവർ. സംഘടനാ റിപ്പോർട്ട് ഇന്ന് അവതരിപ്പിക്കും. കേരള മോഡൽ ഉയർത്തിക്കാട്ടിയുള്ള പ്രമേയം ഇന്ന് CPIM പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കും. പ്രമേയം കേരള സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ സർക്കാരിന്റെ നേട്ടങ്ങൾ രാജ്യവ്യാപകമായി ഉയർത്തിക്കാട്ടി പ്രചാരണം നടത്തും. കേരള സർവകലാശാലയിൽ നിന്ന് ഉത്തരക്കടലാസ് കാണാതായ സംഭവത്തിൽ രജിസ്ട്രാർ ഈ മാസം 7-ാം തീയതി വൈസ് ചാൻസലർക്ക് റിപ്പോർട്ട് നൽകും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിൻഡിക്കേറ്റ് തുടർ നടപടി തീരുമാനിക്കുമെന്ന് രജിസ്ട്രാർ KS അനിൽകുമാർ. വീഴ്ച വരുത്തിയ അധ്യാപകൻ പ്രമോദ് രജിസ്ട്രാർക്ക് മുന്നിൽ ഹിയറിംഗിനായി എത്തി. തൃശൂർ അതിരപ്പള്ളിയിൽ പുലിപ്പേടി. വളർത്തുനായി ആക്രമിച്ചു കൊന്നത് നാട്ടുകാർ. പുലിപ്പേടിയിൽ പാലക്കാട് മുതലമട പ്രദേശവാസികൾ. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമായി കൊണ്ടുവന്ന ഭൂപതിവ് ഭേദഗതി നിയമം പാസാക്കി 20 മാസം കഴിഞ്ഞിട്ടും ചട്ടമായില്ല. പട്ടയവ്യവസ്ഥ ലംഘിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കുന്നതിനുള്ള ഫീസിൽ തർക്കം തുടരുന്നു. 2024 ഓഗസ്റ്റിൽ ചട്ടങ്ങൾക്ക് അംഗീകാരം നൽകുമെന്ന സർക്കാർ പ്രഖ്യാപനം നടപ്പായില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സമരം ശക്തമാക്കാൻ പ്രതിപക്ഷവും കർഷക സംഘടനകളും. വഖഫ് നിയമ ഭേദഗതി ബില്ലിലെ കോൺഗ്രസ് നിലപാടിൽ പ്രതിഷേധിച്ച് ഇടുക്കി കോൺഗ്രസ് ഘടകത്തിൽ രാജി. DCC ജനറൽ സെക്രട്ടറി ബെന്നി പെരുവന്താനം രാജിവെച്ചു. കോൺഗ്രസിന് ക്രിസ്ത്യൻ വിരുദ്ധ സമീപനമെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രവർത്തകർ പാർട്ടി വിടുമെന്നും ബെന്നി. ആലപ്പുഴയിൽ പിടികൂടിയ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിയതിന് പിന്നിൽ വൻ ശൃംഖല. കടത്തിനുപയോഗിച്ച കാർ വാടകയ്ക്കെടുത്ത് എറണാകുളത്ത് നിന്നാണെന്നും വാടകയ്ക്കെടുത്തത് മറ്റൊരു സ്ത്രീയാണെന്നുമാണ് വിവരം. വിൽപ്പനക്കാർക്കിടയിൽ ഹൈബ്രിഡ് കഞ്ചാവ് പുഷ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ലഹരിക്കെതിരെ 24ന്റെ പോരാട്ടം തുടരുന്നു. ലഹരി വിൽപ്പന കേന്ദ്രങ്ങളെക്കുറിച്ച് വിവരം നൽകാൻ ഏർപ്പെടുത്തിയ ടോൾ ഫ്രീ നമ്പറിന് മികച്ച പ്രതികരണം. SKN40 കേരള യാത്രയുടെ 2ാം ഘട്ടത്തിന് ഞായറാഴ്ച മുതൽ 7 മണിക്ക് തൃശൂർ തേക്കിൻകാട് മൈതാനിൽ തുടക്കം. തിരുവനന്തപുരത്ത് ഗുണ്ടകൾ പിടിയിലായ ലഹരി പാർട്ടി കേസ് അട്ടിമറിക്കാനുള്ള നീക്കത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടി ADGP മനോജ് എബ്രഹാം. പിടികൂടിയ MDMയുടെ അളവ് തിരുവല്ലം പോലീസ് FIRൽ കുറച്ചാണ് രേഖപ്പെടുത്തിയത്. ഹാഷിഷോയിൽ പിടികൂടിയ കാര്യം FIRൽ പറയുന്നില്ല. അടിയന്തര റിപ്പോർട്ട് നൽകാൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം.
ദേവികുളം മുൻ MLA-യും CPIM നേതാവും എസ് രാജേന്ദ്രൻ NDA മുന്നണിയിലേക്കെന്ന് സൂചന. NDA ഘടകകക്ഷി RPI അത്താവാലെ പാർട്ടിയിൽ ചേർന്നേക്കും. ഇന്ന് വൈകിട്ട് കൊച്ചിയിലെത്തുന്ന രാംദാസ് അത്താവാലെയുമായി എസ് രാജേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തും. ലഹരി വിൽപ്പന ചോദ്യം ചെയ്തതിന് കോഴിക്കോട് കൂരാച്ചുണ്ടിൽ DYFI പ്രവർത്തകന് ജാതി അധിക്ഷേപവും മർദ്ദനവും. പഴയടത്ത് വീട്ടിൽ അഖിൽ ചന്ദ്രന് പരിക്കേറ്റു. അതുൽ ഷാജി, ജിബിൻ ജോർജ് എന്നിവർക്കെതിരെ കേസെടുത്ത പോലീസ്. കോൺഗ്രസിനെയും CPIM-നെയും അതിരൂക്ഷമായി വിമർശിച്ച് കത്തോലിക്ക സഭ. മുഖപത്രം ദീപിക. കത്തോലിക്ക സഭ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ കോൺഗ്രസും CPIM അവഗണിച്ചെന്ന് മുഖപ്രസംഗം. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ക്രൈസ്തവർ ആക്രമണം നേരിടുന്നുണ്ടെന്നും അത് കോൺഗ്രസും CPIM-ഉം പറഞ്ഞിട്ട് വേണ്ട സമൂഹം അറിയാനെന്നും ദീപിക. എറണാകുളം ഇടപ്പള്ളിയിൽ നടുറോഡിൽ ബസ് തല്ലി തകർത്ത സംഭവത്തിൽ അറസ്റ്റിലായവർ 2 പേർ ലഹരിക്കേസിലും പ്രതികൾ. സ്വകാര്യ ബസ് ജീവനക്കാരെ അഫ്താബ്, സനൽ എന്നിവരാണ് ലഹരിക്കേസിലെ പ്രതികൾ. അറസ്റ്റിലായത് 3 പേർ. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ ആരോപണ വിധേയനായ സുഗാന്ത് സുരേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ. താൻ നിരപരാധിയാണെന്നും IB ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ പങ്കില്ലെന്നുമാണ് സുഗാന്ത് സുരേഷിന്റെ വാദം. ഹർജി പരിഗണിക്കുക ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ. വഖഫ് നിയമ ഭേദഗതി ബിൽ ചർച്ചയിൽ പങ്കെടുക്കാത്തതിൽ പ്രിയങ്ക ഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെ സമസ്ത മുഖപത്രം സുപ്രഭാതം. പ്രിയങ്ക ഗാന്ധി ലോക്സഭയിലെത്താത്തതിനെ ന്യായീകരിക്കാനാകില്ലെന്ന് മുഖപ്രസംഗത്തിൽ വിമർശനം. മുസ്ലിങ്ങളുടെ ഭരണഘടനാവകാശങ്ങൾ BJP ബുൾഡോസർ ചെയ്യുമ്പോൾ പ്രിയങ്ക ഗാന്ധി എവിടെയായിരുന്നുവെന്നും സുപ്രഭാതം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന് ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ്. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിൽ പഠനസമിതി നിയോഗിക്കാമെന്നാണ് സർക്കാർ നിലപാട്. ഈ നിർദ്ദേശം ബാക്കിയുള്ള മുഴുവൻ സംഘടനകളും അംഗീകരിച്ചതായും മന്ത്രിയുടെ ഓഫീസ്. മധ്യപ്രദേശിലെ ജബൽപൂരിൽ ക്രൈസ്തവ വിഭാഗത്തിനെതിരെയുണ്ടായ ആക്രമണത്തെ സംബന്ധിച്ച ചോദ്യങ്ങളോട് ക്ഷുഭിതനായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അക്രമം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട്. ജബൽപൂരിൽ സംഭവിച്ചതിൽ നിയമപരമായ നടപടിയെടുക്കുമെന്നും സുരേഷ് ഗോപി. മറ്റ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ സൗകര്യമില്ലെന്നും കേന്ദ്രമന്ത്രി. കൊല്ലം കടയ്ക്കൽ ക്ഷേത്രത്തിലെ വിപ്ലവഗാന ആലാപന വിവാദത്തിൽ ഗായകൻ അലോഷിയെ 1-ാം പ്രതിയാക്കേണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളം. വിപ്ലവഗാനം പാടാൻ സൗകര്യമൊരുക്കിയ ദേവസ്വം അധികൃതരെയും ക്ഷേത്ര ഉപദേശ സമിതിയെയുമാണ് പ്രതിയാക്കേണ്ടത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് DGPക്ക് പരാതി നൽകിയതായും വിഷ്ണു സുനിൽ പന്തളം. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിൽ നിർമ്മാണ പ്രവൃത്തി ഇന്ന് തുടങ്ങാനായില്ല. വെല്ലുവിളിയായത് ഭൂമി ഏറ്റെടുക്കൽ തീരുമാനം പറയുന്നത് കോടതി അടുത്തയാഴ്ചത്തേക്ക് മാറ്റിയതോടെ. ടൗൺഷിപ്പ് മാസ്റ്റർ പ്ലാൻ, ബിൽഡിംഗ് സ്കെച്ചുകൾ, ഡ്രോയിംഗ് എന്നിവ ഇന്ന് കോടതിക്ക് കൈമാറുമെന്ന ഊരാളുങ്കൽ. പാലക്കാട് കുളപ്പുള്ളിയിലെ പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ് സ്ഥാപനം താൽക്കാലികമായി അടച്ചു. സ്ഥാപനം പ്രവർത്തിക്കാൻ CITU പ്രവർത്തകർ തടസ്സം നിൽക്കുന്നുവെന്ന കടയുടമ പ്രകാശൻ. CITU തൊഴിലാളികൾ നിരന്തരം ബുദ്ധിമുട്ടിക്കുന്നതിനാലാണ് കട പൂട്ടേണ്ടി വന്നതെന്നും ഉടമ. കോട്ടയം MG സർവകലാശാലയിലെ നിയമന വിവാദത്തിൽ പ്രതിഷേധം ശക്തം. എൻവയോൺമെന്റ് സയൻസിലെ അനധികൃത നിയമനത്തിനെതിരെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ സമരം. സിനിമാ കോൺക്ലേവ് ഈ മാസം അവസാനമോ മെയ് ആദ്യവാരമോ നടത്തുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. കോൺക്ലേവിന് ശേഷം സിനിമാ നയരൂപീകരണം സർക്കാരിന് സമർപ്പിക്കും. സിനിമാ മേഖലയിലെ പരാതികളിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ നോഡൽ ഓഫീസർക്ക് കോടതി നിർദ്ദേശം നൽകി. ഹൃദയാഘാതത്തെ തുടർന്ന് മധുരയിൽ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച CPIM നേതാവ് MM മണിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. 2 ദിവസം കൂടി MM മണി തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരും. മൂന്നാറിൽ വീണ്ടും സാഹസിക യാത്ര. മൂന്നാർ ലോക്ക് ഹാർട്ട് എസ്റ്റേറ്റ് സമീപം കാറിന്റെ വിൻഡോയിൽ ഇരുന്ന് യാത്ര. പത്തനംതിട്ട രജിസ്ട്രേഷനിലുള്ളതാണ് വാഹനം. തൃശൂർ നെടുപുഴ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ KSU പ്രതിഷേധം. പെൺകുട്ടികളുടെ അധ്യാപകൻ അപമര്യാദയെ പെരുമാറിയെന്ന ആരോപണം. പരാതി കോളേജ് അധികൃതർ പോലീസിന് കൈമാറിയില്ലെന്നാരോപിച്ച പ്രിൻസിപ്പലിനെ തടഞ്ഞുവെച്ച് KSU. കൊടകര കുഴൽപ്പണക്കേസിൽ ED സമർപ്പിച്ച കുറ്റപത്രം കോടതി ഫയൽ സ്വീകരിച്ചു. പ്രതികൾക്ക് ഉടൻ സമൻസ് അയക്കും. കുറ്റപത്രം സ്വീകരിച്ചത് കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കായുള്ള കോടതി. കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയുടെ പരിശോധന. റെയ്ഡ് ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെട്ട 17-കാരൻ ഗോകുലിന്റെ മരണത്തിൽ. സംഭവത്തിൽ പോലീസ് പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് ക്രൈംബ്രാഞ്ചിന് കൈമാറും. ഹേമ കമ്മിറ്റി കേസ് പരിഗണിക്കുന്നതിനിടെ ശബരിമല യുവതീ പ്രവേശനം പരാമർശിച്ച് ഹൈക്കോടതി. സ്ത്രീ ശാക്തീകരണ കാര്യത്തിൽ കേരളത്തിന്റെ പൊതുമണ്ഡലം ആശാവഹമാണ്. എന്നാൽ വീട് ഉൾപ്പെടെ സ്വകാര്യ സ്ഥലങ്ങളിൽ കാര്യമായ വനിതാ ശാക്തീകരണം ഇല്ല. ചില വനിതകൾ തന്നെ ശബരിമല യുവതീ പ്രവേശനത്തെ എതിർത്തെന്നും കോടതി.
പാർലമെന്റിന് പുറത്തും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയും തമ്മിൽ വാക്പോര്. ജബൽപൂരിൽ ആക്രമണവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ജോൺ ബ്രിട്ടാസിനെ പരാമർശിച്ച് ക്ഷുഭിതനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്റെ ശത്രുവല്ലെന്നും നടനകലയിലെ വൈഭവം പ്രകടിപ്പിക്കുന്നതാണെന്നും ജോൺ ബ്രിട്ടാസിന്റെ മറുപടി. ഇനി നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. കൊല്ലം കൊട്ടാരക്കര മേലിലയിൽ ആരംഭിക്കുന്ന AR സ്പോർട്സ് ഹബ് ഫാമിലി പാർക്ക് ഉദ്ഘാടനം നിർവഹിക്കുക ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. നടനും സംവിധായകനുമായ ശ്രീജിത്ത് ബാബു ചടങ്ങിൽ പങ്കെടുക്കും. വിശാലമായ പാർക്കിംഗ്, കോഫി ഷോപ്പ്, കുട്ടികളുടെ പാർക്ക് ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട്. തൃശൂർ മാളയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ആടുകൾ ചത്ത നിലയിൽ കണ്ടെത്തിയത് 6 ആടുകളെ. പ്രദേശത്ത് കണ്ടത് പുലിയുടെ കാൽപ്പാടല്ലെന്ന് വനം വകുപ്പ്. കോഴിക്കോട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ കുടിവെള്ള വിതരണം പൂർണ്ണമായും മുടങ്ങും. നിയന്ത്രണം. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മലാപ്പറമ്പിൽ കുടിവെള്ള പൈപ്പ് മാറ്റുന്നതിനായി ജലവിതരണം തടസ്സപ്പെടുക മറ്റന്നാൾ വരെ. കോഴിക്കോട് കൊയിലാണ്ടിയിൽ MDMA-യുമായി യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് കുരുടിമുക്ക് സ്വദേശി നിയാസ്. 5 ഗ്രാം MDMA പിടിച്ചെടുത്തു. കനത്ത മഴയിൽ പാലക്കാട് കൊല്ലങ്കോട് വീട് തകർന്നു. അടയ്ക്കാപ്പാറയിൽ നൌഷാദിന്റെ വീടാണ് തകർന്നത്. വീടിനുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കേറ്റില്ല. കോഴിക്കോട് പേരാമ്പ്രയിൽ സ്വകാര്യ ബസ് ഇടിച്ച് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ കേസെടുത്ത് പോലീസ്. സേഫ്റ്റി എന്ന സ്വകാര്യ ബസ് ഡ്രൈവർക്കെതിരെയാണ് കേസ്. ഇന്നലെയുണ്ടായ അപകടത്തിൽ മരിച്ചത് 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി മുഹമ്മദ് ഷാദിൻ. ഇനി നോക്കാം പ്രധാന അറിയിപ്പുകൾ. തിരുവല്ല അസാപ്പിന്റെ ഇലക്ട്രിക് വാഹന സർവീസ് ടെക്നീഷ്യൻ കോഴ്സിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. ഒഴിവ് 6 സീറ്റുകളിലേക്ക്. പത്തനംതിട്ട കുന്നന്താനം കിൻഫ്ര പാർക്കിലെ അസാപ്പ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ടെക്നീഷ്യൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷ 6 സീറ്റുകളിലേക്ക്. കോട്ടയം സ്വാമി വിവേകാനന്ദ യോഗ വിദ്യാപീഠത്തിന്റെ നേതൃത്വത്തിൽ യോഗ ക്ലാസ് ആരംഭിക്കുന്നു. K. ശങ്കരന്റെ പരിശീലനത്തിലാണ് യോഗ ക്ലാസ് നടക്കുക. കോതമംഗലം മാർ അത്തനേഷ്യൻസ് കോളേജിൽ അധ്യാപക ഒഴിവ്. ഹിന്ദി, എക്കണോമിക്സ്, കെമിസ്ട്രി തുടങ്ങിയ വിഷയങ്ങളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. പാകല നഗരസഭയുടെ നേതൃത്വത്തിൽ ഹൈസ്കൂൾ +2 വിദ്യാർത്ഥികൾക്കായി സൗജന്യ ഇംഗ്ലീഷ് ക്ലാസ്. ഓൺലൈനായാണ് ക്ലാസുകൾ നടക്കുക. പാലാ നഗരസഭയ്ക്ക് പുറത്തുള്ളവർക്കും ക്ലാസ്സിൽ പങ്കെടുക്കാം. കളമശ്ശേരി സെന്റ് പോൾസ് കോളേജിൽ ഫിസിക്സ്, മാത്തമാറ്റിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, കൊമേഴ്സ് വിഷയങ്ങളിലേക്ക് അധ്യാപക ഒഴിവ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 21. എറണാകുളം വെള്ളാരപ്പള്ളിയിൽ 2 സ്റ്റാർ ക്ലബ് എക്സലൻസ് അക്കാദമി എന്നിവയുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് നടത്തുന്നു. ക്യാമ്പ് ഈ മാസം 5-ന്. തൃശൂർ നാട്ടിക ശ്രീനാരായണ ഗുരു കോളേജിൽ കൊമേഴ്സ്, BBA തുടങ്ങിയ വിഷയങ്ങളിൽ അധ്യാപക ഒഴിവ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 10. ഇനി നോക്കാം ദേശീയ വാർത്തകൾ. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ പിന്തുണച്ചതിന് പിന്നാലെ JDU-വിൽ കൂടുതൽ രാജി. മുതിർന്ന നേതാവ് മുഹമ്മദ് അഷ്റഫ് അൻസാരി, മുഹമ്മദ് തപ്ര സിദ്ദീഖി എന്നിവർ കൂടി രാജിവെച്ചു. നേരത്തെ രാജിവെച്ചത് JDU ന്യൂനപക്ഷ വിഭാഗം സെക്രട്ടറി ഷാനവാസ് മാലിക്. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ BSP അധ്യക്ഷ മായാവതി. ബിൽ സർക്കാർ തിടുക്കത്തിൽ പാസാക്കിയത് ഉചിതമായില്ല. പൊതുജനങ്ങൾക്ക് ബില്ല് മനസ്സിലാക്കാൻ കുറച്ചുകൂടി സമയം നൽകണമെന്നായിരുന്നുവെന്നും മായാവതി. വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബീഹാർ മുഖ്യമന്ത്രിയും JD നേതാവുമായ നിതീഷ് കുമാറിനെ വിമർശിച്ച് പോസ്റ്റർ. RJD നേതാവ് ആരിഫ് ജിലാനിയാണ് പോസ്റ്റർ പതിപ്പിച്ചത്. നിതീഷ് കുമാർ ഓന്തിനെ പോലെ നിറം മാറുന്നുവെന്നാണ് വിമർശനം. കോയമ്പത്തൂർ തടാകത്തിൽ ആനക്കൂട്ടമെത്തി വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നു. എത്തിയത് 12 ആനകളുടെ കൂട്ടം. വനം വകുപ്പ് ആനകളെ കാട്ടിലേക്ക് തിരിച്ചയച്ചു. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. നടനും സംവിധായകനുമായ മനോജ് കുമാർ അന്തരിച്ചു. അന്ത്യം 87-ാം വയസ്സിൽ. ദേശഭക്തി സിനിമകളിലൂടെ ശ്രദ്ധേയൻ. വിടവാങ്ങിയത് 2015-ൽ രാജ്യം ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകി ആദരിച്ച പ്രതിഭ. ബംഗാളിൽ 26,000 അധ്യാപകരെ പിരിച്ചുവിട്ടതിൽ ചർച്ച ആവശ്യപ്പെട്ട് രാജ്യസഭയിൽ ബഹളത്തെ തുടർന്ന് രാജ്യസഭ തടസ്സപ്പെട്ടു.
വഖഫ് ബില്ലിനെ കുറിച്ചുള്ള പരാമർശത്തിൽ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി മാപ്പ് പറയണമെന്ന BJP വിമർശനം. ഭരണഘടനയ്ക്കെതിരായ ലജ്ജാകരമായ കടന്നുകയറ്റമെന്ന സോണിയയുടെ പരാമർശത്തിനെതിരെ ആവശ്യമുന്നയിച്ചത് BJP നേതാവ് നിഷികാന്ത് ദുബെ. വഖഫ് നിയമ ഭേദഗതി ചർച്ചയിൽ റെക്കോർഡിട്ട് രാജ്യസഭയിൽ ചർച്ച നടന്ന് 17 മണിക്കൂർ മറികടന്നത്. 1981 എസ്മ നിയമത്തിൽ 16 മണിക്കൂർ നടന്ന ചർച്ച. ഇനി നോക്കാം രാജ്യാന്തര വാർത്തകൾ. 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തായ്ലൻഡിൽ. മ്യാൻമറിലെ സൈനിക സർക്കാർ മേധാവി മിൻ ഓങ് ഹലേങ്ങുമായി മോദി ചർച്ച നടത്തി. ബിംസ്റ്റെക് ഉച്ചകോടിയുടെ മന്ത്രിതല യോഗത്തിൽ പങ്കെടുത്ത വിദേശകാര്യമന്ത്രി S ജയശങ്കർ. അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് 25% തീരുവ പ്രഖ്യാപിച്ച് കാനഡ. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ പ്രഖ്യാപനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നികുതി പ്രഖ്യാപനത്തിലുള്ള പ്രതികാര നടപടിയായി. നേപ്പാളിൽ വായു നിലവാരം മോശം അവസ്ഥയിൽ. വിനോദസഞ്ചാരികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. വിനോദസഞ്ചാരികൾക്ക് പുറമെ കുട്ടികൾ, ഗർഭിണികൾ തുടങ്ങിയവരും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം. ഇസ്രയേൽ ആക്രമണത്തിൽ 33 കുട്ടികളടക്കം 112 പേർ ഗസയിൽ കൊല്ലപ്പെട്ടു. 3 ലക്ഷം പലസ്തീനികൾ വീണ്ടും പലായനം ചെയ്തു. ഇന്ത്യയുടെ ഓപ്പറേഷൻ ബ്രഹ്മയുടെ കീഴിൽ മ്യാൻമറിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. കൂടുതൽ നാശനഷ്ടമുണ്ടായ മേഖല കേന്ദ്രീകരിച്ച് രക്ഷാപ്രവർത്തനം. മ്യാൻമറിലെ സീനിയർ ജനറലുമായി പ്രധാനമന്ത്രി മോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ചർച്ചയിൽ ഭൂകമ്പത്തെ തുടർന്നുണ്ടായ നഷ്ടത്തിനും ജീവഹാനിയിലും അനുശോചനം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിറിയയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തെ അപലപിച്ച ഐക്യരാഷ്ട്രസഭാ പ്രതിനിധി ഗീർ പെഡർസൻ. വ്യോമാക്രമണത്തിൽ സാധാരണക്കാർക്ക് നാശനഷ്ടമുണ്ടായതായി റിപ്പോർട്ട്. 100 ന്യൂസ് തുടരുന്നു. ഇനി നോക്കാം ഫാക്ട് ചെക്ക്. സ്ലിംനി എന്ന പേരിൽ സുസുക്കി ജീപ്പിയുടെ 2 വീലർ പതിപ്പ് പുറത്തിറക്കുന്നുവെന്ന് വ്യാജ പ്രചാരണം. ഏപ്രിൽ ഫൂൾ എന്ന ഹാഷ്ടാഗോടെയാണ് ഏപ്രിൽ 1 സുസുക്കി ഓസ്ട്രേലിയ ചിത്രം അപ്ലോഡ് ചെയ്തത്. എന്നാൽ നിരവധി ആളുകളാണ് ബുക്കിംഗിനായി സമീപിച്ചത്. ലേറ്റസ്റ്റ് ന്യൂസ്. വഖഫ് ഭേദഗതി നിയമം മതന്യൂനപക്ഷങ്ങൾക്കെതിരെന്ന് NK പ്രേമചന്ദ്രൻ MP. കോൺഗ്രസും ഇടതു പാർട്ടികളും ഒറ്റക്കെട്ടായാണ് ബില്ലിനെ എതിർത്തത്. വിയോജിപ്പ് പ്രകടിപ്പിച്ചാൽ തെരുവിൽ കയ്യേറ്റം ചെയ്യുമെന്ന സന്ദേശമാണ് BJP നൽകുന്നതെന്നും NK പ്രേമചന്ദ്രൻ. ഡൽഹിയിൽ യമുനാ നദിയുടെ സംരക്ഷണം ടെറിട്ടോറിയൽ ആർമി ഏറ്റെടുക്കും. നടപടി മാലിന്യ നിക്ഷേപം, കയ്യേറ്റം, ഖനനം എന്നിവയിൽ നിന്ന് നദിയെ സംരക്ഷിക്കാൻ. കണ്ണൂർ ഓലയമ്പാടിയിൽ പൂട്ടിയിട്ട വീട്ടിൽ കവർച്ച. മടയമ്മക്കുളത്തെ VV കുഞ്ഞാമിയുടെ വീട്ടിലാണ് മോഷണം. 29 പവൻ സ്വർണവും 20,000 രൂപയും മോഷണം പോയെന്ന പരാതി. ഹൈദരാബാദിൽ മയക്കുമരുന്ന് വേട്ട 7 ഗ്രാം കൊക്കൈൻ പിടികൂടി. 3 പേർ അറസ്റ്റിൽ. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി അർജുൻ ആയങ്കി പോലീസ് കസ്റ്റഡിയിൽ. കഴക്കൂട്ടം പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. റൌഡി ലിസ്റ്റിൽപ്പെട്ട SFI നേതാവ് ആദർശിനെ അന്വേഷിച്ച് ഇയാളുടെ വീട്ടിലെത്തിയ പോലീസ് സംഘമാണ് അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. സോളാപൂരിൽ ഭൂചലനം 2.6 തീവ്രത രേഖപ്പെടുത്തി. ആളപായമില്ല. പാലക്കാട് അലനല്ലൂരിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ യുവാവിന് ഗുരുതര പരുക്ക്. കൊമ്പാക്കൽ കുന്നിൽ സബിനാണ് പരിക്കേറ്റത്. CPIM പാർട്ടി കോൺഗ്രസിൽ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം. പ്രതിനിധികൾ കഫിയ അണിഞ്ഞാണ് സമ്മേളനത്തിലെത്തിയത്. സമ്മേളന ഹാളിൽ മുദ്രാവാക്യം വിളിച്ച് പിന്തുണ അറിയിച്ചു.